ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ എമ്പുരാൻ്റെ സിനിമയെക്കുറിച്ചാണ് നമ്മൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ അപ്ഡേറ്റ് ഓരോ ദിവസമായിട്ട് വരുന്നുണ്ട്. ഇന്ന് 6 മണിക്ക് നമ്മളൊരു സ്പെഷ്യൽ അപ്ഡേറ്റ്, ഒരു സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിന് വേണ്ടി 6 മണിക്ക് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിനിടയ്ക്ക് പൃഥ്വിരാജിൻ്റെ ഒരു പോസ്റ്റ്, സത്യം നമ്മൾ ട്രെയിലർ എന്നിറങ്ങുന്നുള്ളൊരു വെയിറ്റിങ്ങിലാണ്. നമുക്ക് പല റൂമേഴ്സിലും നമുക്കറിയാം 20-ാം തീയതി ട്രെയിലർ ലോഞ്ച് ഇവന്റ് മുംബൈയിൽ നടക്കുന്നുണ്ട്, വളരെ ഗംഭീര പരിപാടികൾ നടക്കുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയുന്നതാണെങ്കിലും ഒരു ഒഫീഷ്യലി ട്രെയിലറിനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഒരുപാട് അച്ചീവ്മെന്റ്സ് നമ്മുടെ മലയാള സിനിമയ്ക്ക് എപ്പോഴും നമ്മളെ ബ്രഹ്മാണ്ഡ ലാലയുടെ സിനിമ വരുമ്പോൾ ഉണ്ടാകുന്ന പല അതായത് മലയാള സിനിമയ്ക്ക് സാധ്യമാകാത്ത പല കാര്യങ്ങളും സാധ്യമാകുന്ന എപ്പോഴത്തെയും പോലെ ഓരോരോ അച്ചീവ്മെന്റ്സ് ഉണ്ടാകുന്ന പോലെ ഇതിലും ഉണ്ടായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. 30 crore പ്ലസ് ഓവർസീസിന് കിട്ടിയത്, UK വരുന്ന 231 സ്ക്രീൻസ് ആദ്യമായിട്ട് വരുന്നത്, കേരളത്തിൽ നിന്നും 40 crore പ്ലസ് തിയേറ്റർ അഡ്വാൻസ് എന്ന് പറയുന്നു. ഹോംബാല ഫിലിംസ് നമ്മളെ കർണാടകയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അനിൽ തഡാനിൻ്റെ ഏറ്റവും പുഷ്പ 2, കൽക്കി അല്ലെങ്കിൽ KGF 2 പോലത്തെയൊക്കെ ബ്രഹ്മാണ്ഡ സിനിമകൾ മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഗ്രൂപ്പ് നോർത്ത് ഇന്ത്യയിൽ ചെയ്യുന്നു. തെലുങ്കിൽ അവിടെ ഏറ്റവും വലിയ ഓരോ മൈൽ സ്റ്റോൺ ആയിട്ട് എമ്പുരാൻ സിനിമ ഓരോന്നിങ്ങനെ അച്ചീവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് വന്ന ഒരു രസകരമായ ഒരു പോസ്റ്റ് പൃഥ്വിരാജ് ഷെയർ ചെയ്തതാണ്. രജനീകാന്ത്, നമ്മുടെ സൂപ്പർ സ്റ്റാർ, തമിഴിലെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ കൂടെ അദ്ദേഹം നിൽക്കുന്ന ഒരു ഫോട്ടോ. അപ്പം ആ ഫോട്ടോ മാത്രമല്ല അതിൻ്റെ പ്രത്യേകത. എന്താ വെച്ചാൽ അതിൽ പറഞ്ഞ കാര്യം നമുക്ക് ആദ്യം വായിക്കാം. പൃഥ്വിരാജ് പറഞ്ഞ കാര്യം ആദ്യം വായിക്കാം. The very first person to watch the trailer of L2E, Eburan. I will forever cherish what you said after watching this meant the world to me, fanboy forever. അതായത് എമ്പുരാന്റെ ട്രെയിലർ കണ്ട ആദ്യത്തെ വ്യക്തിയാണ് നമ്മുടെ രജനീകാന്ത് സാർ. ഏകദേശം നമുക്കറിയാം ട്രെയിലർ നമ്മൾ നമ്മളും അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി ട്രെയിലർ നമ്മളും കൂടെ കാണാൻ ഇനി കുറച്ച് ദിവസങ്ങളുള്ളൂ. നമുക്ക് സംഭവം മനസ്സിലായി. അപ്പം പൃഥ്വിരാജ് ഒരു രജനീകാന്ത് ഫാൻ ബോയ് കൂടെയാണ്. ഇപ്പം ഇന്നലെ കണ്ടൊരു ഇന്റർവ്യൂവിൽ പോലും പൃഥ്വിരാജ് രജനീകാന്തിനെ വെച്ച് ഡയറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പരിപാടിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സോ അദ്ദേഹത്തിന് നമ്മൾ അദ്ദേഹത്തിന് ഒരു വേൾഡ് ടു മീൻ, അതായത് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ആ ട്രെയിലർ ആദ്യം കണ്ട വ്യക്തി രജനീകാന്താണ്. അത് കണ്ടിട്ട് രജനീകാന്ത് പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന് വേൾഡ് ടു ഹിം, ലൈക്ക് ഉറപ്പല്ല. നമുക്കറിയാം ആ സിനിമ ട്രെയിലർ കണ്ടാൽ രജനീകാന്ത് ഓൾറെഡി ലൂസിഫർ കണ്ടിട്ട് പൃഥ്വിരാജിനെ ഡയറക്റ്റ് ചെയ്യാൻ അങ്ങോട്ട് ഓഫർ ചെയ്താണ് രജനീകാന്ത്. ഒരു സിനിമ എന്നെ വെച്ച് ഡയറക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ച ആളാണ്. പക്ഷേ അത് പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. ബട്ട് പൃഥ്വിരാജിനും ഒരു ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് അദ്ദേഹത്തിന് വെച്ചിട്ട് നല്ല സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ എനിക്ക് ഇപ്പം തോന്നിയ വേറെ സംശയം കൂടി ഈ വീഡിയോയിൽ പറയാം. ഇനി രജനീകാന്ത് ആണോ നമ്മുടെ ഈ ഫോട്ടോയിൽ കാണുന്ന ആള്? കാരണം കുറച്ച് കമന്റ്സും വരുന്നുണ്ട് അങ്ങനെ ഇത് രജനീകാന്ത് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ജിയാൻ കാർലോ എസ്പോസിറ്റോ, നമ്മൾ ഇതിനു മുമ്പേ ഇദ്ദേഹത്തിന്റെ പേര് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ബ്രേക്കിംഗ് ബാഡിലെ ഗംഭീര വില്ലനായിട്ട് വന്ന എമ്പുരാന്റെ പല റൂമേഴ്സ് വരുമ്പോഴും എമ്പുരാനിൽ എപ്പോഴും നമ്മൾ കേട്ട ഒരു പേരാണ് ജിയാൻ കാർലോ എസ്പോസിറ്റോ പറഞ്ഞ ആള്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹരിപ്രസാദ് എന്ന് പറഞ്ഞ നമ്മളൊരു എന്താ പറയാ നമ്മളെ വീഡിയോ കാണുന്ന ഒരാള്. സോ അങ്ങനെ ഇപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോന്റെ താഴെ ഒരു കമന്റ് ഇട്ടിട്ട് ഇത് ഇന്ന ആളാണ്, ജിയാൻ കാർലോ ആണ് എന്നുള്ള അങ്ങനെയൊക്കെ ഒരുപാട് റൂമേഴ്സ് ഉണ്ട്. അപ്പം ഇനിയിപ്പം ഈ കാണുന്ന ഫോട്ടോയിലെ ആള് രജനീകാന്ത് അല്ലെങ്കിലും ഇപ്പൊ പറഞ്ഞ ജിയാൻ കാർലോ അല്ലെങ്കിലും നമ്മൾ ഇത് എബ്രാം ഖുറേഷിനെ ആയിരിക്കും. എനിക്കത് കൈയും വിരലും കണ്ടിട്ട് ലാലേട്ടനാണെന്ന് തോന്നിയിട്ടില്ല ആക്ച്വലി. എന്നാൽ പോലും പറയുകയാണെങ്കിൽ മേ ബി ഇത് എബ്രാം ഖുറേഷി ആയിക്കോട്ടെ. എന്നാലും ഈ ഒരു സിനിമയ്ക്കുള്ള ഒരു പോസിബിലിറ്റി, ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഞാനതാണ് നമ്മൾ ഏത് ആക്ടറെയും നമ്മൾ ഈ സിനിമയിലേക്ക് കൂട്ടി വായിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പറയുന്നതിന്റെ കാരണം പറയാം. ഇപ്പൊ രജനീകാന്ത് പോലും എമ്പുരാൻ സീരീസിൽ ഉണ്ടോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. അതായത് ലൂസിഫർ ഒരു 3 part സീരീസ് ആണ്. അതിൽ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ആണ് എമ്പുരാൻ. നമ്മുടെ പൃഥ്വിരാജിന്റെ മുരളി ഗോപിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, എക്സാക്ട്ലി അങ്ങനെ പറയുകയാണെങ്കിൽ. സോ അതില് ഇപ്പൊ എമ്പുരാൻ പറഞ്ഞാൽ ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് ഇത്ര ഗംഭീരമായി ഇത്ര വലിയൊരു ബ്രഹ്മാണ്ഡ സിനിമയായിട്ട് വരികയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കും ലൂസിഫർ 3 എങ്ങനെയായിരിക്കുന്നു. അതായത് നെക്സ്റ്റ് ഫ്രാഞ്ചൈസി ലൂസിഫർ 3 എങ്ങനെയായിരിക്കും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനിമയ്ക്ക് രജനീകാന്ത് അല്ല, ഇപ്പം സെക്കൻഡ് പാർട്ടിൽ പോലും നമ്മൾ ഓൾറെഡി കണ്ടു, ജെറോം ഫ്ലിമിനൊക്കെ നമ്മൾ കണ്ടു. സോ അപ്പം മൂന്നാമതൊരു ഭാഗം വരുമ്പം അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ, അതിൻ്റെ ഒരു പോസിബിലിറ്റി എന്തും ആയിക്കൂടെ. ഇപ്പം അപ്പം അങ്ങനെയാണെങ്കിൽ രജനീകാന്തിന് ഇപ്പം ജിയാൻ കാർലോ ഇങ്ങനെയല്ല ലോകത്തിൽ ഏത് ആക്ടറിനും കിട്ടാനാണ് പാട്. ഞാൻ അങ്ങനെ ഒരു പോസിബിലിറ്റി വെച്ചിട്ട് പറയാണ്. കാരണം ഇപ്പം ഈ 2ാം ഭാഗത്തിൽ ഇപ്പം മമ്മൂക്ക അല്ലെങ്കിൽ രജനീകാന്ത് നമ്മൾ ഒരുപാട് പേരുകൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ സെക്കൻഡ് പാർട്ടിൽ ഇനിയിപ്പോ സെക്കൻഡ് പാർട്ടിലായ എമ്പുരാനിൽ ഇവർ രണ്ടുപേരില്ലാന്ന് വെച്ചോ, അതിന്റെ 3rd പാർട്ടിലേക്ക് എന്തുകൊണ്ട് ഇവർ രണ്ടുപേരും ഉണ്ടായിക്കൂടാ? മേ ബി ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ അതിന്റെ ഒരു ഹിന്റ്. ഇപ്പൊ ലൂസിഫർ നോക്കുകയാണെങ്കിൽ അതിന്റെ ക്ലൈമാക്സിൽ തെയ്ലൻഡിലാണ് നമ്മൾ എബ്രാം ഖുറേഷിനെ കണ്ടത്. അതേപോലെ ഈ എമ്പുരാന്റെ ക്ലൈമാക്സിൽ അല്ലെങ്കിൽ എമ്പുരാന്റെ സിനിമയിൽ എവിടെയെങ്കിലും ഒരു 3rd പാർട്ടിലേക്കുള്ള ഹിന്റും അതിൽ ഇന്ന ക്യാരക്ടറിൽ ഇവരുണ്ട് എന്നുള്ള എന്തെങ്കിലും ഒരു സൂചന നമുക്ക് തരാണെങ്കിലോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പോസിബിലിറ്റിയും ഒരു പൊട്ടൻഷ്യലും ഈ ഒരു വ്യാപ്തി സിനിമേന്റെ
അത്രത്തോളം. കാരണം സെക്കൻഡ് പാർട്ട് തന്നെ ഇങ്ങനെ ആയിട്ട് വരുമ്പം തേർഡ് പാർട്ടിൽ ഇനി എന്താണ്, കാരണം സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ് ഇന്റർനാഷണൽ ആക്ടേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിൽ നമ്മൾ എന്താ കാണാൻ പോകുന്നത്, എന്തായിരിക്കും സിനിമ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ആ ഒരു പോസിബിലിറ്റീസ് പറയുമ്പോൾ രജനീകാന്ത് അല്ല, മമ്മൂക്കയല്ല, നമുക്ക് ആരും പ്രതീക്ഷിക്കാം. ഞാൻ അതുകൊണ്ട് കൂടിയാണ് ഇത് പറയാനുള്ള റീസൺ. സോ എന്തായാലും നമ്മൾ ട്രെയിലർ വിത്തിൻ 2 days നമ്മൾ ഗസ് ചെയ്ത പോലെ തന്നെ, നമ്മൾ കേൾക്കുന്ന പോലെ തന്നെ മുംബൈയിൽ വെച്ച് 20-ാം തീയതി ഒരു ഗ്രാൻഡ് ഫംഗ്ഷൻ, ഓഡിയോ ലോഞ്ച്, തമിഴ് സിനിമേൻ്റെ ഓഡിയോ ലോഞ്ച് നടക്കുന്ന പോലെ ഒരു ഗ്രാൻഡ് ആയിട്ട് ഒരു ഓഡിയോ ലോഞ്ച് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ട്രെയിലർ നമ്മൾ കാണാൻ പോവാണ്. സോ കേൾക്കുന്ന ന്യൂസ് വെച്ചിട്ട് 20th ട്രെയിലർ ലോഞ്ച് ഇവന്റ് നടക്കാൻ പോകുന്നത്. സോ അത് അങ്ങനെ തന്നെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പം ഇദ്ദേഹം ഇങ്ങനെ പോസ്റ്റർ ആണെങ്കിൽ ഇന്നോ ഇന്നലെയോ ആയിട്ട് രജനീകാന്തിനെ പോയി ട്രെയിലർ കാണിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മേ ബി നാളെയോ മറ്റന്നാളോ ആയിട്ട് നമ്മൾ ട്രെയിലർ കാണാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് 6 മണിക്ക് വരാൻ പോകുന്ന, പക്ഷേ എനിക്കത് തോന്നുന്നില്ല, ഇന്ന് 6 മണിക്ക് വരാൻ പോകുന്ന അപ്ഡേറ്റ് അത് വേറെന്തോ സംഭവമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തോ ഒരു അപ്ഡേറ്റ് ആണ് ഇന്ന് 6 മണിക്ക് വരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നില്ല ട്രെയിലർ ലോഞ്ചിൻ്റെ ആണെന്ന് ഇപ്പോഴും. ഓക്കെ, സോ അടുത്തൊരു വീണ്ടും കാണാം. 6 മണിൻ്റെ അപ്ഡേറ്റ് വന്നിട്ട് വീഡിയോ ചെയ്യാം. അടുത്തൊരു വീണ്ടും കാണാം. ബൈ.